യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ തദാസ്മിൻ സന്നിധിം കുരു. എവിടെ ധർമ്മം നശിക്കുന്നുവോ അവിടെ ഞാൻ പുനരവതരിക്കും എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ നമുക്കൊക്കെ അറിയാം. മഹാവിഷ്ണുവിന്റെ അവതാരം കുരുക്ഷേത്രത്തിൽ അർജുനന് വിദ്യ നൽകുന്നതായിട്ടുള്ള ചിത്രീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പൂർവികന്മാർ ഗുരുക്കന്മാർ നൽകിയിട്ടുണ്ട്. അതിനെ ചിത്രം വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് വിശ്വസിച്ചു. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണന്റെ അവതാരമാണ്. അപ്പം മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ തന്നെയാണ് മഹാവിഷ്ണു. ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് അർജുനൻ യുദ്ധത്തിന്റെ ഭൂമിയിൽ ധൃതരാഷ്ട്രനെയും ദുര്യോധനനെയും ഒക്കെ വധിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ട് നിന്നപ്പോൾ മഹാവിഷ്ണുവിന്റെ ആ ഉന്നതമായ ഏറ്റവും അത്യുന്നതമായ രൂപം കാണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവായി നമുക്ക് അർജുനന് വിദ്യ നൽകുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ശ്രീമദ് മഹാഗീത, ഭഗവത്ഗീത അതിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം സത്യമുണ്ട്. എവിടെ കുരുക്ഷേത്രം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് നമ്മളെ ആത്മീയമായ പല പല ഇടങ്ങളിലേക്കും പോകും. ഈ ഇടങ്ങളിലേക്കൊക്കെ പോയി അവസാനം ചെന്നെത്തുമ്പോൾ ബ്രഹ്മകുമാരീസിൽ ചെന്നെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ താളം തെറ്റി. നമ്മൾ ഇന്നലെ അവരെ പഠിച്ചു വെച്ച ശിവപുരാണം, ഭഗവത്ഗീത, രാമായണം ഇതൊക്കെ താളം തെറ്റി. ഇതൊക്കെ ഡ്രാമയിൽ ഒതുക്കും. ഈ ഡ്രാമ എന്താണെന്ന് മനസ്സിലാക്കാൻ സത്യം പറഞ്ഞ അവിടെ പഠിപ്പിച്ചു തരുന്ന വ്യക്തികൾക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ കുറെ മുന്നുള്ള എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞത്. എന്താണ് ഡ്രാമ? അനാദിയിൽ സർവ ആത്മാക്കളും പരന്താമത്തിൽ സർവാത്മാക്കളുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരുടെയും അച്ഛൻ ഒരൊറ്റ ഭഗവാൻ, ഒരൊറ്റ ദൈവം, ഒരൊറ്റ അല്ലാഹ്. അതാണ് സത്യം എന്ന് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇവരിപ്പോ ഭയപ്പെടാണ്. എവിടെയോ ഒരു സേവനത്തിന് സർവധർമാത്മാക്കളുടെയും നാഥൻ ഈ പരമാത്മാവാണെന്നുള്ള ബോർഡ് വെച്ചപ്പോൾ അവർക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. എവിടുന്ന, ആരാ, എന്താന്നൊന്നും അറിയില്ല. അതോട് കൂടിയിട്ട് ആ ബോർഡ് എന്ത് ചെയ്ത് ഇപ്പൊ സേവനത്തിന് ഉപയോഗിക്കുന്നില്ല. നിർദ്ദേശമാണ്, ആ ബോർഡ് വെക്കണ്ട. ഇവര് ഡ്രാമയിൽ ഫിക്സഡ് അല്ല. ആര്? ബ്രഹ്മകുമാരീസ് ഇവർ ഡ്രാമയിൽ ഫിക്സഡ് ആണെങ്കിൽ അവർക്ക് ഏതോ വർഷം 1936 മുതൽ എഴുതി കൊടുത്തിട്ടുള്ള, വരച്ചു കൊടുത്തിട്ടുള്ള ചിത്രം ഇപ്പൊ വെക്കാൻ പാലക്കാട് കോട്ടക്കൽ സോണല് ആ ഒരു ഏരിയ ഭയപ്പെടും. അപ്പൊ അവർക്ക് ഡ്രാമയിൽ എന്തുണ്ട്? പേടിയുണ്ട്. ഇടികിട്ടും. ആരുടെ ഇടുന്നു? മഹാവീരന്മാരായ രാവണ സഭയിൽ നിന്നും രാമന്റെ സഭയ്ക്ക് ഇടികിട്ടുന്ന ഒരു പേടിയുണ്ട് അവർക്ക്. ബ്രഹ്മകുമാരീസിലെ വലിയ വലിയ സോണലുകളിലെ വലിയ ആളുകൾക്ക് പേടിയാണ്. പക്ഷെ അവർ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോ 18 പടികളുടെ മഹാത്മ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സേവനം ചെയ്യും. ആകെ കുറച്ച് സംഭവമേ പറയാനുള്ളൂ 18 പടികളെ പറ്റിയിട്ട്. പക്ഷെ 18 ദിവസം ചിലപ്പോൾ 1 മണിക്കൂർ വീതം അവര് 18 പടികളെ പറ്റിയിട്ട് കൂടുതലായിട്ട് വിശദീകരിക്കും. കാരണം എന്താ പറയുക, ചിക്കിളിയിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് ചിക്കിളിയിട്ടുണ്ട്. കിട്ടി തുടങ്ങിയില്ലേ?